എല്ലാവരും കൊണ്ടുപോകുന്ന മുത്താലിമീങ്ങളെക്കാൾ അധികം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ചില വീട്ടിലേക്കൊക്കെ 4 മുത്താലിമീങ്ങളാണ് രാത്രി ഭക്ഷണം, ചില വീട്ടിലേക്ക് 2, ചില വീടുകളിലേക്ക് 3. മാഷാ അല്ലാഹ്, ദർസല്ലാഹു നിലനിർത്തി തരട്ടെ. ദർസൊക്കെ നല്ലോണം വലുതാക്കണം. എല്ലാവരും മുത്താലിമീക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കണം, നല്ലതാ. അതൊക്കെ തന്നെ ദീന്റെ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ ഖിദ്മത്ത് നമ്മുടെ ഭക്ഷണം കൊടുക്കണം. ഞാനൊക്കെ ഓതി പഠിക്കുന്ന സമയത്ത് കാന്തപുരത്തുനിന്ന് ചെറിയ പിസ്താദിന്റെ കീഴിൽ അള്ളാഹു കൊടുത്തേക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. എനിക്ക് ഭക്ഷണം തന്നിരുന്ന ആയിഷ ഹജ്ജുമ്മ ബഹുമാനപ്പെട്ട സുൽത്താനുലുമയുടെ പെങ്ങളാണ്. ഉമ്മയും വഫാത്തായി പോയി, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. 50 കൊല്ലം മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മയാണ്. ചെറിയ ഗ്രേഡൊന്നല്ല, അത് ആഗ്രഹല്ലേ, നമ്മളും കൊടുക്കണം. അതിനാണ് അള്ളാഹു ഈ കാശ് എന്ന് പറഞ്ഞ സാധനം തന്നിരിക്കുന്നത്. അല്ലാതെ അതിങ്ങനെ കെട്ടിവെച്ചിട്ട് ഞാനങ്ങനെ എൻ്റെ അടുത്ത് അത്ര ഉണ്ട്, ഞാൻ ഇത്ര ഉഷാറിലാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് ദീന്റെ ഖിദ്മത്തിനും ദുന്യാവിന്റെ ആവശ്യത്തിനും ചെലവഴിക്കാനുള്ളത്. നല്ല മാർഗങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 50 കൊല്ലം മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയാ സഹോദരങ്ങളെ. ദീന്റെ വലിയ ഖിദ്മത്തല്ലേ. ഒരു വഫാത്തായപ്പോ നേരത്തെ അവരിൽ നിന്ന് ഭക്ഷണം കിട്ടിയ മുത്താലിമീങ്ങളൊക്കെ വന്നിരുന്നു. എന്തൊരു സന്തോഷാണ്. അവരൊക്കെ ഖബറിന്റെ അടുത്ത് വന്നൊരു സലാം പറയുമ്പോ, ഒരു ഫാത്തിഹ ഓതി ദ്വാർക്കുമ്പോ, ആ ഉമ്മാക്ക് വേണ്ടി അവർ ഹദിയാക്കുമ്പോ എത്ര വലിയ സന്തോഷാണ് അവർക്ക്. അല്ലാഹു അവർക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുത്താലിമീങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുപോകുമ്പോ തങ്ങൾ പറഞ്ഞു കുറച്ച് അധികം മുത്താലിമീങ്ങൾ വന്നിട്ടുണ്ട്, കൊണ്ടുപോകുന്നവർ അതിന്റെ ഇരട്ടി കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വീട്ടിലേക്കും 5 ആളുണ്ട്. തങ്ങൾ കൊണ്ടുപോയത് 10 പേരെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പതിവുണ്ട്, നേരത്തെയുള്ള പതിവാണ്. മദീനയിൽ തുടങ്ങിയ പതിവല്ല, മക്കയിൽ വെച്ച് തന്നെ ആ പതിവുണ്ട്. മഹബത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പതിവാണ്. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം ഇങ്ങോട്ട് വരും, മറ്റൊരു സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ചെല്ലും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ ചെല്ലുന്നത് ഇശാഇന്റെ ശേഷമാണ്. ഇശാഇന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു അല്പനേരം നല്ലവണ്ണം വർത്തമാനം പറയും. എന്നിട്ട് സലാം പറഞ്ഞ് തങ്ങൾ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോ പിരിഞ്ഞു പോരും. അത് ജീവിതത്തിന്റെ ഒരു പതിവായി ശീലിച്ച് മദീനയിൽ വന്നപ്പോഴും അത് തുടർന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോകും. ഒരല്പനേരം അവിടെ വെച്ച് 2 പേരും വർത്തമാനം പറയും. എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഉണ്ടെങ്കിൽ കൂടെ ഭക്ഷിക്കാൻ കൂടും. എന്നിട്ട് തങ്ങൾ എഴുന്നേൽക്കുമ്പോ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് തിരിച്ചു പോരും. അത് മഹബത്തിന്റെ ഭാഗമായി നേരത്തെയുള്ള ഒരു ശീലമാണ്. ഇരിക്കട്ടെ, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മകനെ വിളിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്റെ വീട്ടിലേക്കുള്ള അതിഥികളാണ്. ഇന്ന് പള്ളിയിൽ നിന്ന് പലർക്കും അതിഥികളെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, മുതല്ലിമുകളാണ്. അവരെ കൊണ്ടുപോയി പെട്ടെന്ന് ഭക്ഷണം കൊടുത്തിട്ട് അവരെ തിരിച്ചേക്കണം. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ, ഉപ്പ മുത്തുനബി തങ്ങളോടൊപ്പം പോയിട്ടുണ്ട്, ഉപ്പാനെ കാത്തിരിക്കണ്ട, പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് ഇവരെ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മഹദി പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾക്ക് നേരത്തെ ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിഥികളെ ഭക്ഷണം കൊടുപ്പിക്കുന്നത് നേരത്തെയാക്കുന്നതും വൈകിപ്പിക്കാതിരിക്കുന്നതും ആതിഥേയ മര്യാദയിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 5 വിഷയം ഖുർആനി എണ്ണി പറഞ്ഞതിൽ 1, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിജിലിൻ സമീൻ, പെട്ടെന്ന് സാറ ബീവിയോട് പോയിട്ട് നല്ലൊരു കാളക്കുട്ടിയെ എടുത്തിട്ട് ചുട്ട് വേവിച്ച് ചുട്ട രൂപത്തിൽ ഒരു കാളക്കുട്ടിയെ പെട്ടെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത്. നേരം വൈകിപ്പിക്കാതിരിക്കുന്നത് ഒരു മര്യാദയാണ്. അത് കല്യാണത്തിലേക്ക് ആളുകൾ വന്നാലും സൽക്കാരത്തിലേക്ക് വന്നാലും മൗലിദിന് വന്നാലും പെട്ടെന്ന് ഭക്ഷണം കൊടുക്കുന്നത് മര്യാദകളിൽ ഒന്നാണ്. ഇരിക്കട്ടെ, പെട്ടെന്ന് ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിഥികൾ പറഞ്ഞു, ഞങ്ങൾ ഈ വീട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ മനസ്സിലൊക്കെ ഒരു ആഗ്രഹം, വീട്ടുകാരനോടൊപ്പം ഭക്ഷണം കഴിക്കാനാണ്. അതുകൊണ്ട് വീട്ടുകാരൻ വരട്ടെ. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറഞ്ഞു, ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കണം. ബാപ്പ വന്നാ നേരെ ചീത്ത കേൾക്കേണ്ടി വരും. ഞാൻ ഭക്ഷണം തന്നില്ല, നേരം വൈകിപ്പിച്ചു എന്നേ ഉപ്പ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു, പിന്നെയും ഭക്ഷണം കഴിക്കാലോ. നിങ്ങൾ അല്ല, ഞങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരവിടെ ഇരുന്നു.
ഏകദേശം ഉപ്പ വരാൻ നേരം കണ്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മാറി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയിട്ട്, അല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുക, എന്നെ കാത്തിരിക്കുക, നിങ്ങൾക്ക് നേരത്തെ ഭക്ഷണം തരാനല്ലേ പറഞ്ഞു. അബ്ദുറഹ്മാൻ എവിടെ? അബ്ദുറഹ്മാനെ വിളിച്ചു, മറുപടിയില്ല. ഒരു ഭാഗത്ത് മാറി നിൽക്കാൻ. അബ്ദുറഹ്മാനെ, എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, നീ ഇങ്ങോട്ട് വാ, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തന്റെ കാരണത്താൽ അല്ലാതെ ചീത്ത കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മാറി നിൽക്കുന്നത് നല്ലതാണ്. എന്നാ നേരിട്ട് ചീത്ത കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, തന്റെ കാരണം കൊണ്ടല്ലല്ലോ ഈ ചീത്ത, താനല്ലല്ലോ അതിന് ഉത്തരവാദി. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, പ്രതി വേറെ ആൾക്കും കിട്ടുന്നത് നമുക്കായിരിക്കും. അപ്പൊ മാറി നിൽക്കുന്നതാ നല്ലത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹദീസ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്നില്ല, ഒരു ഭാഗത്ത് അവിടെ ഇരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ഇവര് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ദേഷ്യത്തിൽ പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കും വേണ്ടാന്നോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ടാന്നോ. പടച്ചോനെ, വന്ന അതിഥികൾ ഭക്ഷണം കഴിക്കാതെ പോകാന്നാണ് അതിനേക്കാളും വലിയ മാനക്കേടല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോട്ടെ, നേരത്തെ പറഞ്ഞ ശൈത്താന്റെ ഭാഗത്തു നിന്നാണ് അത് ഒഴിവാക്കി, ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. കൈ കഴുകി അതിഥികളോടൊപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, മാ അഖദ ലുഖ്മതൻ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ അക്സറു മിൻഹാ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു പിടി ഭക്ഷണം പാത്രത്തിൽ നിന്നെടുക്കുമ്പോ അതിനേക്കാൾ അധികം പാത്രത്തിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. ഒരു കോരി പാത്രത്തിൽ നിന്നെടുത്തോ 2 കോരി അവിടെ വരികയാണ്. ഒരൊറ്റ പിടി എടുക്കുമ്പോ 2 പിടി വർദ്ധിക്കുന്നു, 2 പിടി എടുക്കുമ്പോ 4 പിടി കൂടുതലായി വരുന്നു. ഭക്ഷണം ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. വലിയ അത്ഭുതത്തോടെ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് സിദ്ദീഖ് തങ്ങൾ ഭാര്യയെ വിളിച്ചു, യാ ഉഖ്ത ബനി ഫിറാസ്, ഓ പെണ്ണേ, ഒന്നിങ്ങ് നോക്കിക്കോ, വന്ന് നോക്കിക്കോ, നേരത്തെ കൊണ്ടുവന്നു വെച്ച ഭക്ഷണം ഇത്രയുണ്ടോ? ഭാര്യ പറഞ്ഞു, ഭക്ഷണം അധികമായിട്ടുണ്ടല്ലോ, ഇത്ര ഭക്ഷണം ഞാൻ വിളമ്പി വെച്ചിട്ടില്ലല്ലോ. ഇവര് ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാണ്. ബറക്കത്താണ് സഹോദരങ്ങളെ. മുത്തഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത്. ഉസ്താദുമാർക്ക് മാസത്തിൽ ഒരു ഭക്ഷണം കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത്. മാസത്തിലാ, വർഷത്തിലാ, 2.5 കൊല്ലത്തിൽ ഒന്നോ? സുബ്ഹാനല്ലാഹ്, അപ്പൊ ഒട്ടകം തന്നെ കൊണ്ടു കൊടുക്കേണ്ടി വരും. അത്രയും കുറവാ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണത്. മഹല്ലത്തിൽ അള്ളാഹു ബർക്കത്ത് എഴുതി തരട്ടെ. എന്നാലും ഒരു ദിവസം കൊടുക്കുമ്പോ അത് കുറച്ചൊക്കെ മോശാവൂല, ഉഷാറാകും. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല നിയ്യത്തോടെ നല്ല ഭക്ഷണം കൊടുക്കുക. ഉസ്താദുമാർക്കല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. നിസ്കരിക്കുന്നവരും ഇമാമത്തിന്റെ നേതൃത്വം